ഇന്നത്തെ നോയമ്പിന്റെ വിഷയമാണല്ലോ കള്ളപ്പട്ടിണി. അതെ കള്ളപ്പട്ടിണിയാണ്. അപ്പൊ കള്ളപ്പട്ടിണിയെ പറ്റി എനിക്കുള്ള ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി വിളിച്ചായിരുന്നു. മഹാലക്ഷ്മി പാതിരാക്ക് വന്നാലും മടക്കി വിടാൻ പാടില്ലെന്ന് ഞാൻ തുടങ്ങട്ടെ. അപ്പൊ ഞാന് കഴിഞ്ഞ വർഷത്തെ ഈ നോയമ്പ് സമയം എന്ന് പറയുന്നത് ദുബായിലായിരുന്നു. അപ്പൊ എന്റെ റൂമിൽ ഇതേപോലെ ഇസ്ലാം മത വിശ്വാസികളുണ്ട്, കുറെ പേരുണ്ട്, ഒരു 4-5 പേര് ഇസ്ലാം മത വിശ്വാസികളുണ്ട്. അതില് റെഗുലർ ടീംസ് എന്ന് പറയുന്നത് ഈ വായിനുള്ളിൽ കൂട് വെക്കുക, തെറി വിളിച്ച് നടക്കുക, ഈ ഏപ്പടം കണ്ടോണ്ടിരിക്കുക, അല്ലെങ്കിൽ തുണ്ടുപടം കണ്ടോണ്ടിരിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ ഒരു ജോലി കഴിഞ്ഞിട്ടുള്ളൊരു റോട്ടീൻ. സൂചനയും കിട്ടിയോ? ഇല്ല, ഏതോ തന്തയില്ലാത്തവനാണെന്നറിയാം. ഈ ഒരു നോയമ്പ് സമയം ആവുമ്പോഴത്തേനും ഇവര് പെട്ടെന്ന് വിശുദ്ധരാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട നോമ്പ് പിടിക്കുന്ന മനസ്സിന് കിട്ടുന്ന പ്രതിഫലം പറയുമോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? ഒരു രാവിലെ നോയമ്പ് തുടങ്ങുന്ന സമയം തൊട്ട് പിന്നെ ഇവർക്ക് ആ ഒരു സിഗരറ്റും ഇതെല്ലാം അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെച്ച് അങ്ങ് ആരൊക്കെയോ അങ്ങ് പേടിച്ചൊരു 6 മണി വരെ, അല്ലെങ്കിൽ എപ്പോഴാണ് ആ നോയമ്പ് അങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നത് ആ ഒരു സമയം അങ്ങോട്ട് കഴിഞ്ഞ് പെട്ടെന്ന് ഈ ചുണ്ടിനടി നോക്കി ഈ കൂളങ്ങോട്ട് കുത്തി വെക്കും. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. നീ ഇനി തൽക്കാലം വേറെ ആരോടും പറയാൻ നിൽക്കണ്ട. ഒരു സിഗരറ്റും വലിച്ചിട്ട് അയ്യോ ആ ഒരു ദിവ്യത്വം. അതായത് 12 മാസമുള്ളതിൽ 11 മാസം കുതിരയുള്ളിൽ നടക്കും, 1 മാസം ദൈവവഴിയിൽ നടക്കും. മാമച്ച ഇത് പള്ളിയാ, വഴിതെറ്റി വന്നൊന്നുമല്ലല്ലോ. ദൈവവഴി എന്നൊക്കെ പറയുന്നത് വെറുതെ, ഇത് ആരൊക്കെയോ പേടിച്ച് ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ പേടിച്ചങ്ങ് ഈ കള്ള നോയമ്പെന്ന് പറയുന്നത് ഇപ്പൊ ബ്രോ ഇട്ടേക്കുന്ന പോലെ കള്ളപ്പട്ടിണി. ഇതും ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.